വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം BJPയും അതുപോലെ തന്നെ UDFും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള TG മോഹൻദാസിൻ്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കോടതി തന്നെ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്രൂരമായ രീതിയിലുള്ള പരസ്യപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരാളാണ് TG മോഹൻദാസ്. ഞാനായിരുന്നുവെങ്കിൽ ഈ കുട്ടികളെല്ലാം വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നും ഈ പെൺകുട്ടികൾ കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നും കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി കൃത്യമായിട്ട് അവതരിപ്പിച്ച ഒരാളെ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാത്തപ്പോഴാണ് ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഡോക്ടർ രാമനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി ചോദിച്ച ചോദ്യമുണ്ട്, ഹൈക്കോടതി ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ പ്രതിയെ പിടിക്കുമ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ടോ? നോട്ടീസ് നൽകിയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങൾ അറിയില്ലേ? നിങ്ങൾ പ്രതിയെ രക്ഷപ്പെടുത്താനാണോ ശ്രമിക്കുന്നത് എന്ന് കോടതി അന്ന് ചോദിച്ചിട്ടുണ്ട്, ഹൈക്കോടതി. ഇവിടെയും ഉണ്ടായ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ജാമ്യം ലഭിക്കാൻ ആവശ്യമായ സൗകര്യം പോലീസും പ്രോസിക്യൂഷനും ഒരുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിക്കാനുള്ള കോടതി ഉത്തരവുണ്ടായത്. അപ്പോൾ നോട്ടീസ് നൽകാത്തത് പോലീസിൻ്റെ വീഴ്ചയാണ്. ഈ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് കോടതി അറിയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ഇത് തന്നെ റാമിൻ്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണത ഫലം എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ബോധപൂർവം പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കത്തക്ക രീതിയിൽ ഈ വിദ്വേഷ പ്രചരണം അതുമാത്രമല്ല ആരും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള വിശദീകരണം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരായി ജനരോഷം ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ കൽത്തുറുങ്കിലടക്കാൻ ഇവർക്കായില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇവർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ പറ്റിയാണ് പറഞ്ഞത്, ഇവർ കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് എന്ന ആ പരാമർശയെ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉന്നയിച്ചില്ല. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള കാര്യം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ള ആവശ്യം തള്ളിക്കളയുന്നതിന് അവർക്ക് സൗകര്യം കൊടുക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്.